ഹായ് ഡിയേഴ്സ്, ഒരു ബിഗ്ഗസ്റ്റ് സ്കാമിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളുടെ ഫാമിലിയിൽ, അതായത് നമ്മളുടെ കസിൻ സിസ്റ്ററിനുണ്ടായ ഒരു അനുഭവം. ഏകദേശം 30,000 രൂപ അവളുടെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ട് ഇതേപോലെ ഒരു സ്കാമെന്ന് പോയിട്ടുണ്ട്. സോ ഇങ്ങനൊരു സംഭവം എൻ്റേന്നല്ല, ഇനി നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്ന ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും സോ ഈ ഒരു സിസ്റ്റർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ അൺഎഡ്യൂക്കേറ്റഡ് ഒന്നല്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് IT കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ പല സ്കാംസും നടക്കാം. ഓക്കെ, സോ നിങ്ങളുടെ വീട്ടിൽ ആരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത്. ഞാൻ എന്താണെന്നുള്ളത് തെളിച്ച് പറയാം. അതായത് ഇവൾക്കൊരു ആദ്യം ഒരു മെസ്സേജ് വന്നു വാട്സപ്പിൽ. ഞാൻ എന്തായാലും സ്ക്രീനിൽ ഇവിടെ ഷോ ചെയ്യാം കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ഓൺലൈൻ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇത്ര ഏൺ ചെയ്യാം. ഓക്കെ, സോ ഒരു ദിവസം 30 to 60 മിനിറ്റ്സ് പെർ ഡേ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3,000 റുപ്പീസൊക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവളിപ്പോൾ ഇതേപോലെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും ജസ്റ്റ് ഒരു പാർട്ട് ടൈം ജോബ് അല്ലേ, ട്രൈ ചെയ്യാന്നുള്ള പേരിൽ ഓക്കെ ഇൻട്രസ്റ്റഡ് ആണ്. അവളുടെ പേരും ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തു. അതിനുശേഷം വാട്സപ്പിൽ പിന്നെയും ഒരുപാട് മെസ്സേജ്സ്, ഇവരെന്താണ് ഇത് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ റീഡയറക്റ്റ് ആക്കിയിട്ടുള്ളത് വേറെയും കുറേ ഫോട്ടോസൊക്കെ കേട്ടോ, ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, അത്ര കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഇത്ര ടൈം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവർ QR കോഡ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു QR കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ അതിലേക്ക് ആദ്യം പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ ആദ്യം ഒരു 100 രൂപ ഇട്ട് കൊടുത്തു. ഈ 100 രൂപ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇവൾക്കൊരു 280 രൂപയോളം ക്രെഡിറ്റ് ആയി. ഓക്കെ, ഇവർ UPI ആണ് കേട്ടോ. ഇവരിവിടെ QR കോഡാണ് കൊടുക്കാറ് എപ്പോഴും. ഓക്കെ, ഇവരുടെ ഒരു ഇതാണത്. സ്കാംസ് നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഒരിക്കലും ഇവരുടെ ഡയറക്റ്റായിട്ട് അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൈമാറുമൊന്നുമില്ല. ഓക്കെ, ഇതേപോലെ QR കോഡാണ് എപ്പോഴും കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഒരു QR കോഡ് കൊടുത്ത ശേഷം ഇവൾ അയച്ചു തരാൻ പറഞ്ഞു. സോ ഇവൾ ആദ്യം ഒരു 100 രൂപ അയച്ചു കൊടുത്തു. സോ അതിനുശേഷം അവൾക്കൊരു 200 രൂപേൻ്റെ അടുത്ത് ക്രെഡിറ്റ് ആയി. സോ ആദ്യം നമ്മൾ ഇതേപോലെ ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് തിരിച്ചു തന്നിട്ട് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുക. അതിനുശേഷമാണ് പിന്നെ വലിയ അമൗണ്ട്സിക്ക് കിടക്കുന്നത്. അതിനുശേഷം പിന്നെ നേരെ ഇനി നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചെയ്യാനായിട്ട് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ് അത്രേ. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുക, പിന്നെ പ്രൊഡക്റ്റ് വിൽക്കുക, അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഓൺലൈനായിട്ട്. സോ ഇവരുടെ തന്നെ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ അവർക്ക് ആക്സസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തോളൂ പറഞ്ഞിട്ട്. സോ ഇവളും ഓട്ടോമാറ്റിക്കലി ഇതേപോലെ ഇവർക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അവരിതിൻ്റെ റൂൾസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സാധനം വാങ്ങുക, തിരിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് കാര്യം എന്നുള്ളത്. ബട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവൾ ചെയ്യണ കാര്യമൊന്നും ഞങ്ങൾ ലാസ്റ്റ് അറിഞ്ഞിട്ടില്ല. ഇത് ലാസ്റ്റ് പൈസ പോയി എന്നറിയണ വരെ ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. സോ അതിനുശേഷം ആദ്യം ഒരു 500 രൂപ ഇവൾ സെൻഡ് ചെയ്തു. അതിനുശേഷം ഒരു 500 കൂടി സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് ടോട്ടലി 1,600 രൂപയായിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം സോ അവർ നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ച് ചെറിയ എമൗണ്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ എമൗണ്ട് കൂടുതൽ ഇടാൻ പറഞ്ഞ് ലാസ്റ്റ് പിന്നെ അവളൊരു 1,000, 2,000, 3,000 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും തിരിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഈ ഒരു ഇത്ര ടാസ്ക് ഉണ്ട്, ഒരു 10-12 ടാസ്ക് ഉണ്ട്. ഇത് ഫുള്ള് കഴിയുമ്പോഴുള്ളൂ നമുക്ക് എമൗണ്ട് കിട്ടുക. ഇത്രയും ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25,000 രൂപ നമുക്ക് കിട്ടും പറഞ്ഞിട്ട്. ഓക്കെ, നോർമലായിട്ട് ഒരാൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ആദ്യം ഇത്രയും പൈസ നമുക്ക് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഇവളും അത് ചെയ്തു. ആദ്യം 1,000 സെൻഡ് ചെയ്തു, പിന്നെ 2,000 സെൻഡ് ചെയ്തു, 3,000 സെൻഡ് ചെയ്തു. പക്ഷെ അപ്പോഴും തിരിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. തിരിച്ച് എമൗണ്ട് ഒന്നും ഇങ്ങോട്ട് ക്രെഡിറ്റ് ആയിട്ടൊന്നുമില്ല. സോ പിന്നെ ഇത്രയും ടാസ്ക് കംപ്ലീറ്റ് ആക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര 10-15 ടാസ്ക് ഉണ്ട്. അത് ഫുള്ള് കഴിഞ്ഞാലുള്ളൂ നമുക്കിത് ഫുള്ള് റീഫണ്ട് കിട്ടുക. നമ്മൾ പേ ചെയ്ത ഫുൾ എമൗണ്ടും പിന്നെ ഇതിൻ്റെ ഈ ഒരു നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു വരുമാനം, അതായത് ഒരു 25,000 രൂപ എക്സ്ട്രാ കിട്ടുന്നുള്ള രീതിയിൽ. സോ അങ്ങനെ ഇവള് കുറേ പൈസ ഇതേപോലെ അയച്ചു കൊടുത്ത് ലാസ്റ്റ് 29,000-ഓളം സംതിങ് രൂപ അയച്ചു കൊടുത്തു. പിന്നെ അപ്പോഴും പിന്നെ ഇനി 2 ടാസ്ക് ഉണ്ട്, ഈ ടാസ്കും കൂടി കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞു. സോ അതിനുശേഷം പിന്നെ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 12,000 രൂപയാണ്. ഓക്കെ, സോ ഇവൾ ആൾറെഡി കുറേ അയക്കാൻ നോക്കിയിട്ട് ഈ എമൗണ്ട് പോവുണ്ടായിരുന്നില്ല, സെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. സോ അതിനുശേഷം ഇത് സെൻഡ് ആവണില്ല. പിന്നെ അവൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി. കുറേ കഴിഞ്ഞിട്ടാണ്
ബോധം വന്നത് ഇങ്ങനെ ഇത് ശരിക്കും സ്കാം വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. സോ ഇവൾ ആൾറെഡി ചോദിച്ചത് ഇവരുടെ അടുത്ത് തന്നെയാണ് ചോദിച്ചത്, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇവൾ ആൾറെഡി അവരുടെ അടുത്ത് ചോദിച്ചു. സോ അവർ ഇവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലീഗലായിട്ട് ചെയ്യണതാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ദെൻ പിന്നെയും ഇവൾ ഈ ഒരു എമൗണ്ട് ഈ ഒരു 12,000 റുപ്യയായിട്ട് അയച്ചു കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അത് സെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നെ ഇവള് നമ്മളടുത്ത് വന്നിട്ട് കാര്യം പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ടെലിഗ്രാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വാട്സപ്പ് ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം നമുക്ക് ആക്സസ് ചെയ്ത് കണ്ടുപിടിക്കുക അറിയണത് വളരെ റിസ്ക് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹാക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്കാമേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ടെലിഗ്രാം ചൂസ് ചെയ്യണത്. ഓക്കെ, സോ അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെയും വേറെ ഇതേപോലെ QR ഒക്കെ അയച്ചിട്ട് ഒരുപാട് പൈസ ഇവൾ അയച്ചു കൊടുത്തു. ഓക്കെ, ഈ ഒരു 12,000 റുപ്യ പിന്നെ അയക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഇവൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓക്കെ, ഇന്നലെ നൈറ്റാണ് ഈ ഒരു പൈസ ഈ ഒരു ടോട്ടലി ഈ ഒരു 29 സംതിങ് രൂപ ഇവൾ അയച്ചു കൊടുത്തത്. അതിനുശേഷം പിന്നെ ഒരു റെസ്പോൺസും ഒരിടത്തുനിന്ന് ഇല്ല. ഇവർ പിന്നെയും ഈ ഒരു പൈസ അയച്ചു തരാനും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളിത് അറിഞ്ഞ ശേഷം ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട്. ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തു. ബട്ട് ആ ഒരു സാറും അവിടെ ഉണ്ടായിരുന്ന പെറ്റീഷൻ സൈൻ ചെയ്യണ ആ ഒരു സാറും പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് കേസസ് വരുന്നതാണ്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരാൾ 75,000 രൂപ ഇതേപോലെ ഓൺലൈൻ വർക്കാണ് പറഞ്ഞിട്ട് അദ്ദേഹം റിട്ടയർഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എമൗണ്ടാണ്, ഇത്ര ഒരു പെൻഷൻ കിട്ടിയ എമൗണ്ടാണ് ഈ ഒരു 75,000 അല്ല 75 ലക്ഷത്തോളം രൂപ ഇദ്ദേഹം ഇതേപോലെ OTP എന്തോ വന്നിട്ട് സെൻഡ് ചെയ്തു പറഞ്ഞിട്ട് അങ്ങനെ പോയി. അതേപോലെ തന്നെ ഒരു പെൺകുട്ടി, സോ ആ ഒരു പെൺകുട്ടീൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ഇതേപോലെ പോയിട്ടുണ്ട്. സോ ഇവരെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനെയൊന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു UPI ID ഒക്കെ വെച്ച് ട്രേസ് ചെയ്ത് പോയാൽ തന്നെ ഇപ്പോൾ നമുക്ക് ഇവർ ഇംഗ്ലീഷിലാണ് ആൾറെഡി ഇവളോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് നോർത്ത് സൈഡിലേക്കൊക്കെയാണ് നമുക്ക് ആക്സസ് പോണത്. സോ ഈ നോർത്ത് സൈഡിലൊക്കെ ഈ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഒരു ദിവസത്തിന് ഇത്ര തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ റെൻറ്റിന് എടുക്കുന്നവരുണ്ട് അത്രേ. സോ നമ്മൾ ചിലപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേറൊരാളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ആൾറെഡി പിന്നെ സൈബർ സെല്ലിനെ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതേപോലെ വീട്ടിൽ വന്നിട്ട് അവർ വിളിച്ചിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു 80% ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഒന്നാമത് ഇവിടെയുള്ള ആളുകൾ കൂടിയല്ല, ഓക്കെ നോർത്ത് സൈഡൊക്കെയാണ്. സോ ഇതുപോലത്തെ ഒരു സ്കാം നമ്മളുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പണ്ട് പറയും പണ്ടത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പറയും ഓക്കെ അവർ എഡ്യൂക്കേറ്റഡ് അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ അതിനേക്കാളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല സ്കാമുകളും നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ചാനലിൽ ഇത് വന്ന് പറയാൻ കാരണം ഇങ്ങനൊരു കാര്യത്തിൽ നമ്മൾ ആരും പോയി പെടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ബ്രദേഴ്സും ഒക്കെ ഉണ്ടാവും. സോ ഇങ്ങനെ പാർട്ട് ടൈം ജോബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ആദ്യമായി ജെന്യൂൻ ആണോ എന്നുള്ളതൊക്കെ ആദ്യം നോക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെ നോർത്ത് സൈഡിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറ്റുന്നൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ബ്രദറിൻ്റെ അടുത്തോ ആരുടെ അടുത്തേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കുക എങ്ങനെ വന്നിട്ടുണ്ട്, ഓക്കെ ആണോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കിയ ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇപ്പോഴും ഈ ഒരു എമൗണ്ട് ഈ ഒരു 30,000 റുപ്പി ഇനി തിരിച്ച് കിട്ടുമെന്നൊന്നും അറിയില്ല. ഓക്കെ, പിന്നെ അതിനുശേഷം പിന്നെ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ഇനി എന്തായാലും തിരിച്ചയച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഇവളെന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഫീ അടയ്ക്കാനുള്ള എമൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ പിന്നെ ആദ്യം ഇല്ല മാഡം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു എമൗണ്ട് അയച്ചു കൊടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഓക്കെ, ആക്ച്വലി ഞാനല്ല അവളാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, ഞങ്ങൾ കേസ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഭീഷണി മെസ്സേജുകൾ. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ഫോൺ എടുത്തിട്ട് ഞാൻ 2-3 റിപ്ലൈ അയച്ചപ്പോഴേക്ക് തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി അങ്ങനെ ഒരു കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എന്തായാലും നിങ്ങളെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചപ്പോൾ തന്നെ അവർ പിന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ ഓൺലൈൻ വർക്ക്സ് ഒക്കെ ആണ് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ടെലിഗ്രാമിക്കൊക്കെ റീഡയറക്റ്റ് ചെയ്യണ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഓക്കെ, നമ്മളുടെ സ്പാമിൻ്റെ മെസ്സേജ് സെക്ഷനിൽ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കാറുണ്ടാവും ഇതേപോലെ. ഓക്കെ, ഒക്കെ ഈ ഒരു ചാനൽ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഇനിയെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ കാരണം തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഇനി നിങ്ങൾക്കാർക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കുക. അവൾ തന്നെ അവളുടെ കോളേജിലത്തെ ഫീ അടയ്ക്കാൻ വേണ്ടി വെച്ച പൈസയും കൊണ്ടാണ്
ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 29,000 രൂപ 30,000-ൻ്റെ അടുത്ത് രൂപ പോവുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സങ്കടം തന്നെയാണ്. ഓക്കെ, സോ എന്തായാലും ഇനി നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ നോക്കുക. ഓക്കെ, നിങ്ങളുടെ ബ്രദറോ സിസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ തന്നെ അവർ ആ ഒരു നാഷണൽ ക്രൈം ബ്യൂറോ എന്നുള്ള ആ ഒരു സന്ദേശം നമ്മൾ കേൾക്കാറുണ്ട്. എന്നിട്ട് പോലും ഇതേപോലെ പല ഇതിലും പോയിട്ട് നമ്മൾ പെടാറുണ്ട്. ഓക്കെ, സോ എന്തായാലും ശ്രദ്ധിക്കുക.